Namaskar friends, welcome to Everything Happiness channel. I am Grandmaster Captain Shaji Matthew. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പുതിയ വിഷയത്തെ പറ്റിയാണ്. അതായത് ഒരു ഇൻ്റർനാഷണൽ സബ്ജക്റ്റാണ്. ധാരാളം പേരെ എഫക്റ്റ് ചെയ്യുന്നതും വളരെ കൗതുകത്തോടുകൂടി എല്ലാവരും വീക്ഷിക്കുന്നതുമായ ഇസ്രയേൽ ഇറാൻ വാറിനെ പറ്റിയാണ്. എല്ലാവർക്കും സമാധാനം, എല്ലാവർക്കും സന്തോഷം എന്നുള്ള നമ്മുടെ എവരിത്തിങ് ഹാപ്പിനെസ് ചാനലിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആസ് എ മറൈനർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുവാനും വിവിധ രാജ്യങ്ങളിലെ ആളുകളെ കാണുവാനും പഠിക്കുവാനും ഒക്കെ ഈ എളിയവന് ചെറിയ ഒരു ഇടവേള കിട്ടിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൊണ്ട് അതിലെ നല്ല അനുഭവങ്ങൾ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് വളരെയധികം ജെയിംസ് ബോണ്ടിനെ പറ്റിയും അവസർപ്പ കഥകളെ പറ്റിയും മറ്റുമുള്ള ഒരുപാട് കഥകളും സിനിമകളും ഒക്കെ നമ്മൾ കേട്ട് രോമാഞ്ച അണിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ സംഭവം, ഈ ഇസ്രയേൽ ഇറാൻ വാർ യഥാർത്ഥത്തിൽ ഒരു അവസർപ്പ കഥകളെ വെല്ലുന്ന രീതിയിലുള്ള ഒരു സ്പൈ വർക്കിൻ്റെ ഒരു പദ്ധതിയാണ്. അതിൽ മെയിനായിട്ടുള്ളത് അതിൻ്റെ പേര് കാതറിൻ എന്നുള്ളതാണ്. പേര് കാതറിൻ പെരേഷ് ശബ്ദം. ഒരു യഹൂദ സ്ത്രീ മതം മാറി ഒരു സുന്നി മുസൽമാനെ കല്യാണം കഴിക്കുകയും അവർ സൈക്കോളജിയിലും പത്രപ്രവർത്തനത്തിലും ഒക്കെ ധാരാളം പഠിക്കുകയും അതിനുശേഷം ഇറാനിലെ മതമായ ഷിയ മതത്തിലെ മുസ്ലിം ഷിയ മതത്തിനെ പറ്റി പഠിക്കുകയും അങ്ങനെ അവർ അവിടുത്തെ ഉന്നത സ്ഥാനീയരുടെയും അവരുടെ ഭാര്യമാരുടെയും വൈഫിൻ്റെയും ഒക്കെ സുഹൃത്താകുകയും അങ്ങനെ ഇസ്രയേലിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, ഇസ്രയേലിന് വേണ്ടി ഐക്യരാഷ്ട്രസഭയ്ക്ക് വേണ്ടിയും ഒക്കെ പ്രവർത്തിക്കുകയും ചെയ്ത് ഇറാൻ്റെ പരമനാശത്തിന് കാരണഭൂതമായ ആ സ്പൈ വർക്കിനെ പറ്റി ആകട്ടെ ഇന്നത്തെ നമ്മുടെ ചർച്ചയും ചിന്തയും. പഴയ കാരണവന്മാരൊക്കെ പറയാറുണ്ട്, പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കില്ല. പുരാതന ചരിത്രത്തിലും ഒരുപാട് പെണ്ണൊരുമ്പെട്ടതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകൃതി മനുഷ്യനെ 2 ജാതിയായിട്ടാണ് ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. പലരും ജാതി, മതം, കാസ്റ്റ്, ക്രീഡ്, ഉപമതം എങ്ങനെ പലതും പറയുന്നുണ്ടെങ്കിലും ആക്ച്വലി എല്ലാ സ്പീഷീസിലും നമ്മൾ സൂക്ഷ്മമായി വീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആണും പെണ്ണുമായിട്ടുള്ള 2 ജാതിയാണ് മെയിനായിട്ടുള്ളത്. അപ്പം ആണിന് വേറൊരു തലത്തിലും ആണ് ചിന്തിക്കുന്ന മാതിരിയല്ല പെണ്ണുങ്ങൾ ചിന്തിക്കുന്നത്. അങ്ങനെ സ്ത്രീവർഗത്തിൻ്റെ ചിന്ത വളരെയധികം വ്യത്യസ്തമാണ് ആണുങ്ങളുമായിട്ടും. അത് പ്രകൃതിയാവുള്ളതാണ്. എങ്ങനെയാണെങ്കിലും മുഹമ്മദ് റസൂലിനെയും മറ്റുള്ള ഒരുപാട് ചാരപ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ആധുനിക ലോകത്തിൽ ഇങ്ങനെയൊരു സംഭവം വളരെ അപൂർവമാണ്. ഇതിനെപ്പറ്റി നമ്മൾ ഗഹനമായി ചിന്തിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ് സഹോദരങ്ങളെ. അത് ഇപ്പോൾ ഇറാനെ ഞെടുക്കിയിരിക്കുകയാണ്. ലോകരാഷ്ട്രങ്ങൾ തന്നെ അത്ഭുതത്തോടെയാണ് വീക്ഷിക്കുന്നത്. ആ സംഭവ പരമ്പരയെ പറ്റി നമുക്ക് ഇന്ന് ഒന്ന് ചർച്ച ചെയ്യാം. ഈ കാതറിൻ പെരേഷ് ശബ്ദ വളരെ മൊസദിൻ്റെ ഏജൻ്റായിക്കൊണ്ട് പത്രപ്രവർത്തനത്തിലും അതേപോലെ തന്നെ സൈക്കോളജിയിലും പഠിച്ച് അവരൊരു ഫ്രഞ്ച് പൗരയാണെന്നാണ് ചാനലിലും മീഡിയയിലൊക്കെ കാണുന്നത്. അവർ ഈ ഇറാനിൽ ചെന്ന് ഷിയ മതത്തെപ്പറ്റി പഠിച്ച് അവരുടെ പരമോന്നത നേതാവിൻ്റെ ആർട്ടിക്കിളും കാര്യങ്ങളും എഴുതത്തക്ക വിധത്തിൽ അവർ അവിടെ വളർന്ന് അവരുടെ എല്ലാ ഇന്നർ സർക്കിളിലും ഉന്നത തലങ്ങളിലും എത്തി സർവ്വ രഹസ്യങ്ങളും ചോർത്തി അങ്ങനെ ഇസ്രയേലിന് അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ കൊടുത്ത് അവർ ഇറാൻ്റെ ഒരു നാശത്തിന് അല്ലെങ്കിൽ ഒരുപാട് നാശത്തിന് കാരണമായി. അവർ പരമോന്നത നേതൃത്വത്തിൻ്റെ ഉൾത്താരയിൽ വരെ അവരുടെ പരമോന്നത നേതൃത്വത്തിൻ്റെ ഏറ്റവും വിശ്വസ്തയായിക്കൊണ്ട് വരെ അവർ എത്തപ്പെട്ടു. അങ്ങനെ ആ ലോകം വളരെ അത്ഭുതത്തോടെയാണ് ആ കാതറിൻ പെരേഷ് ശബ്ദത്തെ കാണുന്നത്. അവരൊരു നിരീക്ഷക വിദഗ്ധയും ഒരു സൈക്കോളജിയിലും പത്രപ്രവർത്തനത്തിലും ധാരാളമായി പഠിക്കുകയും 2017
റഷ്യൻ ടി വിയുടെ പത്രപ്രവർത്തകയായിട്ട് ഉന്നത വിശ്വാസം നേടുകയും മാരേജ് താൽക്കാലികമായി അവർ മാരേജ് ഒരു സുന്നി മുസ്ലിമിനെ കല്യാണം കഴിക്കുകയും അതിനുശേഷം ഷിയാമതത്തെ പറ്റി പഠിക്കാൻ ഇറാനിൽ അവരുടെ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇറാനിൽ കടന്നു കയറി ഇറാനിൻ്റെ ഉന്നത വൃത്തങ്ങളിൽ വിരാജിച്ച് അതിശക്തമായി വളരെയധികം നൈപുണ്യമായി അവർ സ്പൈ വർക്ക് ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും എടുത്ത് അവർ ഇസ്രയേലിനെ മൊസദിനെ ചാരസംഘടനയ്ക്ക് കൊടുത്തുകൊണ്ട് അവർ അവരുടെ രാജ്യത്തിനോടുള്ള കൂറ് കാണിച്ചു. സുഹൃത്തുക്കളെ, നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ എങ്ങനെയാണ് ഇത്ര ശക്തമായ ഒരു സ്പൈ വർക്കും മറ്റുള്ളതുമുള്ളമായ ഒരു രാജ്യത്ത് എങ്ങനെ കടന്നു കയറി അതിശക്തമായ വിദ്യാഭ്യാസം കൊണ്ടും പഠനം കൊണ്ടും അവർ അവിടെ എത്തപ്പെട്ട് അവർ പല ഇറാനിലുള്ള വിശ്വാസപ്രകാരം അവർക്ക് മൂക്കുപാത്, അതായത് താൽക്കാലിക കല്യാണം വരെ പല പല ആളുകളുമായും നടത്തി, പല ഉന്നതന്മാരുമായി നടത്തി അവരുടെ വിശ്വാസം നേടിയെടുത്ത് എല്ലാം അവർ മൊസദിൻ്റെ സീക്രട്ട് ഏജൻ്റായിട്ട് അവിടെ വർക്ക് ചെയ്തു. അവർ സംസാരശേഷി, അവരുടെ ബുദ്ധി, അവർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ലേഖന പരമ്പരകളും ആർട്ടിക്കിളും ഒക്കെ ഇറാനെ പറ്റിയും ഖുമൈനിയെ പറ്റിയും ആയത്തുള്ള അലി ഖുമൈനിയെ പറ്റിയും എഴുതി അവർ അതിനെപ്പറ്റിയൊക്കെ ഇതാക്കി ഇന്നർ സർക്കിളിൽ നുഴഞ്ഞു കയറി. ആൻഡ് ഇറാൻ ഇതിനെപ്പറ്റി എങ്ങനെയാണിത് സംഭവിച്ചതെന്ന് ഇറാൻ ഇപ്പോൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവരുമായി ബന്ധപ്പെട്ടവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നു, തൂക്കിക്കൊല്ലുന്നു, അവർ ശിക്ഷിക്കപ്പെടുന്നു. ഇത് എല്ലാ രാജ്യങ്ങൾക്കും ബാധകമാണ്. നമ്മൾ കാണുന്നതൊന്നുമല്ല ലോകം. ഇൻ്റർനാഷണൽ ചാരപ്രവർത്തനങ്ങളും ഇൻ്റർനാഷണൽ സ്വാർത്ഥതയും സമാധാനത്തിനുമെതിരെ ഓരോ രാജ്യങ്ങളുടെയും ഇതും പരമാവധി അവർ ചെയ്യുന്നു. ഐക്യരാഷ്ട്ര സുരക്ഷാ സഭയുടെ ഒരു കൺസൾട്ടൻ്റായിട്ട് അവർ വർക്ക് ചെയ്ത് യഹൂദ വിദഗ്ധയായ അവർ ഷിയാം ഇസ്ലാമിനെ പറ്റി പഠിച്ച് അവരൊരു സുന്നി മുസ്ലിമിനെ കല്യാണം കഴിച്ച് 2011 ഷിയ ആചാരങ്ങൾ പഠിക്കാൻ വേണ്ടി ഇറാനിൽ കടന്നു കയറി ആയത്തുള്ള അലി ഖുമൈനിയുടെ ഒരു റിപ്പോർട്ടറായിട്ട് കാതറിൻ കരേഷ് ശബ്ദ വർക്ക് ചെയ്തു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾക്കറിയാം എല്ലാ മതങ്ങളും സാഹോദര്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവുമാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ചില യാഥാസ്ഥികർ പാവങ്ങളെയും പറ്റിച്ച് അവർ ഇതാണ് നല്ലത്, ഇവിടെയാണ് നല്ലത്, അവിടെയാണ് നല്ലത്, അക്കരെ പറ്റിയാണ്, ഈ മതമാണ് നല്ലത്, ആ മതമാണ് നല്ലത് എന്നെല്ലാം പറഞ്ഞ് ബുദ്ധിയുള്ളവർ ഇസ്ലാമിലേക്കൊക്കെ പറഞ്ഞ് അവർ ഇസ്ലാമിലേക്ക് തിരിച്ച് ഇപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നേരിൽ കാണാവുന്നതാണ്. നബി റസൂലിന് വിഷം കൊടുത്തത് ഒരു സ്ത്രീയായിട്ടാണ്, യഹൂദ സ്ത്രീയാണ് വിഷം കൊടുത്തതായിട്ടാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. കാതറിൻ പെരൂസ ആകർഷണീയമായുള്ള സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു, വളരെയധികം വിദ്യാഭ്യാസമുള്ളവളായിരുന്നു, പത്രപ്രവർത്തകയാണ്, സൈക്കോളജിയിൽ ഡിഗ്രി എടുത്തിട്ടുണ്ട്, ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഷിയ മതത്തിനെ പറ്റി പഠിച്ചു, സുന്നി മതത്തെപ്പറ്റി പഠിച്ചു. ഇങ്ങനെയെല്ലാം പഠിച്ച് ആകർഷണീയത കൊണ്ട് വലിയ ഉയർന്ന മിലിറ്ററി നേതാക്കന്മാരെയും രാജ്യത്തെയും തന്നെ അവർ സീക്രട്ട് ഏജന്റായി വർത്തിച്ചുകൊണ്ട് അങ്ങനെ പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കൂല എന്ന് പറയുന്ന മാതിരി ഖൊമൈനിയുടെ എഴുത്തുകാരനുമായി ഇറാനിലെ ഒരുപാട് നാശത്തിന് അത് കാരണഭൂതമായി. ഇതാണ് സുഹൃത്തുക്കളെ, നമ്മൾ സ്പൈ വർക്കിൻ്റെയും ഇതാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ബുദ്ധിപൂർവമായിട്ട് നമ്മുടെ ആലോചനയും നമ്മുടെ ദൈവം ഈശ്വരൻ തന്നിരിക്കുന്ന നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഓരോ ആപത്തിൽ ചെന്ന് ചാടുന്നതിനുള്ള ഒരു ഉദാഹരണമാണ്. എനിക്ക് പറ്റിയ ഒരു മണ്ടത്തരം ഞാൻ പറയാം, ആലോചിക്കാതെ ചെയ്തു. എത്ര പഠിപ്പുള്ളവനാണെങ്കിലും അറിവുള്ളവനാണെങ്കിലും വിവേകമുള്ളവനാണെങ്കിലും പഠിച്ചിട്ടുള്ളവനാണെങ്കിലും ആപത്തുകളും പറ്റും. പക്ഷെ അതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം. അതാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ തരാനുള്ള സന്ദേശം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ഒരിക്കൽ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുകയാണ്. കാരണം നിങ്ങൾക്കിത് അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം തമാശയായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം ചിന്തിച്ച് നമ്മൾ തീരുമാനിക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് എടുത്തിയാടരുത്. പ്രത്യേകിച്ച് സുന്ദരികളായ സ്ത്രീകളുടെ മൈൻഡ് താൽക്കാലികമാണ്, ഒരു വൈഡ് ഇതായിട്ട് ചിന്തിക്കുകയില്ല. ചിലപ്പോൾ അവരുടെ വിവരമില്ലാമയായിരിക്കും. എങ്കിലും നമ്മൾ ചിന്തിച്ച് വേണം എടുക്കാൻ. വളരെ ചുരുക്കത്തിൽ പെട്ടെന്ന് ഞാൻ പറയാം. ആ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും ഒരു നല്ലൊരു ജൈവ വാഴക്കൊല വെട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവച്ചു. എൻ്റെ സുഹൃത്തുക്കളെ ആ വാഴക്കൊല നിറച്ച് ഉറുമ്പായിരുന്നു. ഞാനപ്പോൾ ഇങ്ങനെ അടുത്ത് വന്നിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും
പറഞ്ഞു ഇതിൽ നിറച്ച് ഉറുമ്പാണല്ലോ, എന്താ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മഹിളാരത്നം പറഞ്ഞു, അയ്യോ അതിനിപ്പോൾ എന്തെന്നാ, കുറച്ച് മണ്ണെണ്ണ തളിച്ചാൽ പോരെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ വാഴക്കൊലയിൽ കുറച്ച് മണ്ണെണ്ണ തളിച്ചു. ആ മണ്ണെണ്ണ തളിച്ചു കഴിഞ്ഞ് ഞാൻ ചിന്തിക്കാതിരുന്നല്ലേ, ഈ മണ്ണെണ്ണ എങ്ങാനും വാഴക്കൊല വലിച്ചെടുക്കുമോ? എൻ്റെ അറിവും ഇതും വെച്ചുകൊണ്ടിട്ട് വലിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം ഞാൻ അധികമൊന്നും തളിച്ചില്ല, കുറച്ചേ തളിച്ചുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ മഹിളാരത്നം പറഞ്ഞ ബുദ്ധി ഫലിച്ചു. എല്ലാ ഉറുമ്പും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി, ഒരു ഉറുമ്പുമില്ല. ഞാൻ സന്തോഷവാനായിട്ട് കൊണ്ടുപോയി ആ വാഴക്കൊല പഴുപ്പിച്ചു. എൻ്റെ സുഹൃത്തുക്കളെ, ആ വാഴക്കൊല പഴുത്ത് കഴിഞ്ഞ് പഴമൊക്കെ നന്നായി പഴുത്തു, നല്ലതായിരുന്നു. തിന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരൊറ്റ വാഴക്കാ പോലും തിന്നാൻ പറ്റിയില്ല. മുഴുവനും മണ്ണെണ്ണ ചോദിച്ചിട്ട് തിന്നാൻ പറ്റുന്നില്ല. എനിക്ക് പോലും തിന്നാൻ പറ്റുന്നില്ല, വേറെയുള്ളവരുടെ കാര്യം പോട്ടെ. ആ വാഴക്കൊല മുഴുവനും വേസ്റ്റായി. ഞാൻ മഹിളാരത്നത്തോട് ചോദിച്ചു, അയ്യോ ഇങ്ങനെയുള്ള ബുദ്ധി പറഞ്ഞു തരല്ലേ. പണ്ട് കാരണവന്മാർ പറയും, ശ്രീമൊഴി കേട്ടാൽ പെരുവഴി, അല്ലെങ്കിൽ നാരിമൊഴി കേട്ടാൽ പെരുവഴി എന്നുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ ആയല്ലോ പെൺമൊഴി കേൾക്കുന്നവൻ പെരുവഴി എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതേപോലെ ആയല്ലോ. അപ്പം നാരീരത്നം എന്നോട് പറയുകയാണ്, നിങ്ങളോട് ആരാ മറ്റേ വാഴക്കൊലയിൽ തളിക്കാൻ പറഞ്ഞാൽ അതിന് ചുറ്റും തളിച്ചാൽ പോരായിരുന്നു എന്ന് അവർ ഓൾറെഡി മറക്കം പറഞ്ഞു. ഇതാണ് ന്യായവും യുക്തവുമായിട്ട് അവർക്ക് തോന്നുന്ന ബുദ്ധിയിൽ അവർ പറയും. ചിലപ്പോൾ സത്യമായിരിക്കും, നല്ലതായിരിക്കും, എല്ലാവർക്കും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. ഒരുപാട് ബുദ്ധിമതികളായ മഹിളാരത്നങ്ങളും ഇതൊക്കെ നമ്മുടെ ലോകത്തുണ്ട്. ഉദാഹരണം ഹെലൻ കെല്ലർ, നമ്മുടെ മേരി ക്യൂറി, ഒരുപാടുണ്ട്. ശ്രീ അമ്മയാണ്, നമ്മൾ ഇതാണ്, നമ്മൾ വന്ദിക്കേണ്ടതാണ്. നമ്മുടെ സഹോദരികളാണ്, നമ്മുടെ അമ്മയാണ്, പെങ്ങളാണ്, എല്ലാമാണ്. 50-50 ആണ്. ആണും പെണ്ണും എന്നുള്ള വേർതിരിവൊന്നുമില്ല. എല്ലാ മഹിളാ രത്നങ്ങളും നമ്മളെ കഴിഞ്ഞും കൂടുതൽ ഭൂമി മാതാവും എല്ലാം മാതാവാണ്. അതുകൊണ്ട് നമ്മൾ ഇതാക്കേണ്ടതാണ്. എങ്കിലും നമ്മൾക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന ബുദ്ധി ഉപയോഗിച്ച് ഓരോ കാര്യങ്ങളും ചിന്തിച്ച് വേണം ചെയ്യാം. അല്ലെങ്കിൽ ഇറാന് പറ്റിയ മാതിരി, കാതറിൻ പെരൂസ ഇവിടെ മാതിരി ഉള്ള അബദ്ധങ്ങൾ പറ്റും. അതുകൊണ്ട് ഞാനിത് നമ്മുടെ ഡിസ്കസ് ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ, നന്ദി, നമസ്കാരം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ ഇമെയിലിലേക്ക് ഞാൻ കൊടുക്കാം, അതിലേക്ക് നിങ്ങൾക്ക് അയക്കാം പ്ലീസ്. അങ്ങനെ നന്ദി, നമസ്കാരം, താങ്ക് യു.